കാലത്തിന് മുന്നേ സഞ്ചരിക്കണോ, കാലത്തിന് കൂടെ സഞ്ചരിക്കണമോ, കാലത്തിന് പിന്നിൽ സഞ്ചരിക്കണമോ? നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ പറയും കാലത്തിന് മുന്നേ ഓടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കാലത്തിൻ്റെ കൂടെയെങ്കിലും ഓടുക. ഹായ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതേ, ഞാൻ ഇതിനു മുന്നേ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് മുറ്റത്തെ പുല്ലുകളൊക്കെ എങ്ങനെ നശിപ്പിക്കാമെന്നൊരു വീഡിയോ ചെയ്തിരുന്നേ. അപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റൊക്കെ ഇട്ട് ചോദിച്ച ചോദ്യമാണ് പല്ലികളെയൊക്കെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്സായിട്ടാണ് ഞാൻ വരുന്നത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പല്ലി, അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുള്ള പാമ്പുകൾ, പാറ്റകൾ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഈ പല്ലികളൊക്കെ വരാതിരിക്കുക, പാറ്റകൾ വരാതിരിക്കാനും, അതേപോലെ തന്നെ പറമ്പിൽ നമ്മുടെ വീടിന് ചുറ്റും പാമ്പുകളൊക്കെ വരാതിരിക്കാനുള്ള ടിപ്സുകൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ മുട്ട നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ മുട്ട ഓംലെറ്റിനോ ബുൾസൈക്കോ അല്ലെങ്കിൽ തോരൻ വെക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പുഴുങ്ങാനല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോല് നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ മുട്ടത്തോട് ഞാനിപ്പോൾ വെച്ച പോലെ ഭിത്തിയുടെയോ പല്ലി വരുന്നിടത്തൊക്കെ എങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയുടെ ശല്യം കുറയ്ക്കാനായിട്ട് കഴിയും. കാരണം മുട്ടത്തോടിനുള്ളിൽ നിന്ന് വരുന്ന ആ സ്മെല്ല്, ഗന്ധം പല്ലികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലികളുടെ പരിസരത്തേക്ക് വരില്ല. പക്ഷേ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ മുട്ടത്തോടുകൾ എടുത്ത് മാറ്റണം. പിന്നീട് പുതിയ മുട്ടത്തോടുകൾ വെക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പല്ലികൾ പിന്നെ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ മുട്ടത്തോടുകൾ എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള മുട്ടത്തോടുകളാണിത്. ഇതെല്ലാം എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് പൊടിക്കും. എന്നിട്ട് നമ്മൾ നട്ടിരിക്കുന്ന കറിവേപ്പിലയുടെയോ അല്ലെങ്കിൽ പച്ചക്കറികളുടെയൊക്കെ ചുവട്ടിൽ, മുളകിൻ്റെയൊക്കെ ചുവട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് വളരാനുള്ള ഒരു വളം പോലെയായി തീരുന്നത്. അതുമാത്രമല്ല അവിടെ വരുന്ന പ്രാണികളൊക്കെ നശിക്കുകയും ചെയ്യും. പല്ലികൾ അല്ലെങ്കിൽ പാറ്റകൾ നമ്മുടെ വീട്ടിൽ വരാതിരിക്കാനുള്ള വേറൊരു ടിപ്സ് ഇപ്പം പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ എടുക്കണം. ഇനിയും അഥവാ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് സാധാരണ എടുക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ അടപ്പിന് ഇങ്ങനത്തെ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് ഒരു കുപ്പി എടുക്കുക. നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അടപ്പ് അങ്ങോട്ട് തുറക്കുക. ശേഷം ഇതുണ്ടില്ലേ, കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് ഇടണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് വിനാഗർ ഒഴിക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ബോട്ടിൽ അടച്ചിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കി മിക്സ് ചെയ്യുക. നല്ലപോലെ കുലുക്കി മിക്സ് ചെയ്തിട്ടേ ഇത് നമ്മുടെ പല്ലികളൊക്കെ വരുന്ന അവിടെ സ്പോട്ടിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ആ ബോട്ടിലുള്ള ആ വെള്ളം
പല്ലികൾ വരുന്നിടത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പം ഈ കുരുമുളക് പൊടിയുടെയും വിനാഗിരിയുടെയും സ്മെല്ലൊന്നും നമ്മുടെ പല്ലികൾക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പല്ലികൾ ആ പരിസരത്തേക്ക് വരില്ല. ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ പല്ലികൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പല്ലികൾ പരിസരത്തേക്ക് വരികയില്ല. ഇനി അടുത്തൊരു ടിപ്സ് പറഞ്ഞുതരാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതുണ്ടോ, നമ്മളിപ്പം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് ഈ കുപ്പിയിലാക്കിയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പല്ലികൾ വരുന്ന സ്ഥലത്തേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലികൾ വരാതിരിക്കും. ഇങ്ങനെ ഇരുണ്ട സ്ഥലത്തൊക്കെയാണ് അധികം പല്ലികൾ വരിക. അപ്പോൾ അവിടേക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് പല്ലികൾക്കും പാറ്റകൾക്കൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇതേപോലത്തെ ടിപ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പാറ്റകളും പല്ലികളും വരില്ല. പ്രത്യേകിച്ച് പാറ്റകൾ വരാതിരിക്കുമ്പോൾ പാറ്റകളെയും എട്ടുകാലികളൊക്കെ പിടിക്കാനാണ് പല്ലികൾ വരുന്നത്. അപ്പോൾ അവർ വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പല്ലികൾ വരില്ല. പല്ലികൾക്ക് ഭക്ഷണം കിട്ടിയാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പം ഉണ്ടാക്കിയ ആ വെളുത്തുള്ളി നീരില്ലേ, അതായത് വെളുത്തുള്ളിയിലെ ചതച്ചിട്ടതിലോട്ട് വെള്ളം ഒഴിച്ചില്ലേ, ഇനി അതിലോട്ട് കുറച്ച് കായപ്പൊടി ചേർക്കണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കായം മതി. അത് ചേർത്ത് കഴിഞ്ഞാൽ മറ്റൊരു ടിപ്സ് ഉണ്ട്, അതിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ആ വെളുത്തുള്ളി മിക്സിലോട്ട്, ആ വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. നമ്മളിപ്പം ചേർത്തുണ്ടാക്കിയ വെളുത്തുള്ളിയുടെ ആ മിക്സാണ്. അതിലോട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കായപ്പൊടി കുറച്ച് ചേർക്കാം. കുറച്ച് മതി. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കുള്ളത് വീടിന് പുറത്താണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉപയോഗവും ഞാൻ പറഞ്ഞുതരാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും ഈ മിക്സ് നമ്മുടെ വീടിൻ്റെ പുറത്ത് കണ്ടില്ലേ, ഈ പുറത്തൂടെ നമ്മളിങ്ങനെ തളിക്കണം. അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്ത് പാമ്പുകൾ വരാതിരിക്കാനായിട്ട് കഴിയും. കാരണം ഇതിൻ്റെ ഒന്നും സ്മെല്ല് പാമ്പുകൾക്ക് ഇഷ്ടമല്ല. അപ്പം പാമ്പുകൾ പരിസരത്തൊന്നും വരില്ല. നമ്മുടെ വീടിന് ചുറ്റും ഇത് തളിച്ചു കൊടുക്കാം. വെളുത്തുള്ളിയും കായവും പാമ്പിന് ഇഷ്ടമില്ലാത്ത രണ്ട് സംഭവങ്ങളാണ്. ഇതിൻ്റെ സ്മെല്ല് പാമ്പുകൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പാമ്പുകളെ എങ്ങനെ അകറ്റാം, പാറ്റകളെ പല്ലികളെ ഒക്കെ എങ്ങനെ അകറ്റാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി പാമ്പുകൾ നമ്മുടെ പരിസരത്ത് വരാതിരിക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പരിസരം വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ്. അതായത് ഫുഡിൻ്റെ മാലിന്യങ്ങൾ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക. ഞാൻ ചെയ്താണ്ടോ, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മുടെ ഫുഡുകളൊക്കെ അതിലോട്ടിടുക. അത് കുറേ കഴിയുമ്പോൾ ദ്രവിച്ച് നമുക്കത് വളമാക്കി മാറ്റാനായിട്ട് കഴിയും. നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ അത് തിന്നാനായിട്ട് എലികളും തവളകളും ഒക്കെ വരും. എലികളെയും തവളകളെയും പിടിക്കാനായിട്ട് പാമ്പുകൾ വരും. അങ്ങനെയാണ് നമ്മുടെ പരിസരത്ത് പാമ്പുകൾ വരുന്നത് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അത് ഇതേപോലെ നമ്മൾ സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഫുഡ് സംസ്കരണത്തിനായിട്ട് നമ്മൾ വെക്കുക. പിന്നെ പാമ്പുകൾ വരുന്ന വരാതിരിക്കാനുള്ള ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കായവും വെളുത്തുള്ളിയും തെളിച്ചതുപോലെ നമുക്ക് സവാളയുടെ
അതിൽ തോലുകളൊക്കെ നമുക്ക് ഇങ്ങനെ വിതറിയിടുന്ന നല്ലതാണ്. സവാളയുടെയും വെളുത്തുള്ളിയുടെയും തോലുകളൊക്കെ നമ്മൾ അതിരിലൊക്കെ കൊണ്ട് വെക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ഒന്നും സ്മെല്ല് പാമ്പുകൾക്ക് ഇഷ്ടമല്ല. ചെണ്ടുമല്ലി നട്ടുപിടിപ്പിക്കുന്നതും നല്ലതാണ്. അതും നട്ടുപിടിപ്പിച്ചാൽ പാമ്പുകൾ വരാറില്ല എന്ന് പറയാം. ഇനി ഒരു കാര്യം പറയാം. അതായത് നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു 15 മിനിറ്റിൽ പുല്ലുകൾ നശിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വന്നൊരു കമൻറ്റാണ്, മൺവെട്ടി എടുത്ത് ചെത്തിയാൽ പോരെ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും, കൊളസ്ട്രോൾ പോകും, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മൺവെട്ടി എടുത്ത് ചെത്തിക്കഴിഞ്ഞാൽ പുല്ലുകൾ നശിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല. അപ്പം നമുക്ക് അറിയുന്ന പുതിയ വിദ്യകൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഞാനൊരു വീഡിയോ ക്രിയേറ്ററാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. പുല്ലുകൾ മൺവെട്ടി കൊണ്ട് ചെത്തിയാൽ പോകുന്നുള്ള എല്ലാവർക്കും അറിയുന്ന കേസ് കേട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവും നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ വരണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. പലരും ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചതും ഉണ്ടാക്കി വെച്ചതുമായ ടിപ്സുകളാണ്. ഞാനിത് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചു. ഗൂഗിൾ ജെമിനി എനിക്കതിൻ്റെ ഉത്തരം തന്നു. ഞാനത് വീഡിയോ രൂപത്തിലാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ, ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇഷ്ടമായോ? ടിപ്സുകൾ ഇഷ്ടമായാലേ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തുകൊണ്ട്, ഫേസ്ബുക്ക് ഫോളോ ചെയ്തുകൊണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടിക്കോളി. നമ്മൾ പുതിയ വ്ലോഗും റെസിപ്പികളും അതുപോലെ ഇങ്ങനെയുള്ള ടെക്നിക്കുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. സ്നേഹപൂർവ്വം റോയി 3R വീഡിയോസ്.